ഡിയർ സ്റ്റുഡൻസ് നമസ്കാരം. CBSE 9th സ്റ്റാൻഡേർഡ് മാത്സിലെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു പോളിനോമിയൽസ് ആണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിലെ എല്ലാ പാർട്സും വളരെ ബേസിക് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു പോളിനോമിയൽസ് എന്ന ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. Algebraic expressions, definition of a polynomial, degree of a polynomial, introduction to linear polynomials and applications, exploring linear patterns, modeling linear growth and linear decay, linear relationships, visualizing linear relationships, slope and y-intercept of a line y is equal to ax plus b. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. Algebraic expressions. What is algebraic expressions? Constants plus variables plus operations. ഒരു algebraic expressionൽ കോൺസ്റ്റൻസ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും, ഓപ്പറേഷൻസ് ഉണ്ടാവും. ഇനി എന്താണ് കോൺസ്റ്റൻസ്? കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് നെവർ ചേഞ്ച്ഡ് അല്ലേ, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് 0, 1, 2, 3, 4, 5 എക്സെട്ര നമ്മുടെ മാത്സ് ഡിജിറ്റ്സ് ആണ് കോൺസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വേരിയബിൾസ് എന്താണ്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് XYZ PQRST എക്സെട്ര നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റൻസ് വിച്ച് നെവർ ചേഞ്ച്ഡ്. എക്സാമ്പിൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 നമ്മുടെ മാത്സ് ഡിജിറ്റ്സ് ആണ് കോൺസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വേരിയബിൾസ് മേ ബി ചേഞ്ച്ഡ് ഓർ നോട്ട്, അത് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതിരിക്കാം. നമ്മൾ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. എക്സാമ്പിൾ XYZ അതുപോലെ PQR എക്സെട്ര ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, ഓപ്പറേഷൻസ്. എന്താണ് ഓപ്പറേഷൻസ്? ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? പ്ലസ്, മൈനസ്, മൾട്ടിപ്ലൈ, ഡിവൈഡ്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, ഇതെല്ലാമാണ് നമ്മൾ ഓപ്പറേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. x² പ്ലസ് 5x പ്ലസ് 3 ഇതൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. x² പ്ലസ് 5x പ്ലസ് 3. ഇവിടെ വേരിയബിൾ എന്താണ്? x. 3 എന്താണ്? കോൺസ്റ്റന്റ്. ഇവിടെ വന്നിരിക്കുന്ന ഓപ്പറേറ്റർ എന്താണ്? പ്ലസ്, അഡീഷൻ ആണ്. അടുത്തൊരു എക്സാമ്പിൾ y³ പ്ലസ് √5. ഇതൊരു അടുത്തൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇവിടെ എന്താണ്? വേരിയബിൾ എന്താണ്? y ആണ്. അതുപോലെ കോൺസ്റ്റന്റ് എന്താണ്? √5. അതുപോലെ 1-2 എക്സാമ്പിളും കൂടെ പറയാം. 2a പ്ലസ് b പ്ലസ് 7. ഇവിടെ വേരിയബിൾസ് എന്തൊക്കെയാണ്? a ആൻഡ് b. കോൺസ്റ്റന്റ് എന്താണ്? 7. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് എക്സ്പ്രഷനിൽ വേരിയബിൾ എന്താണ്? x ആണ്. അതുപോലെ കോൺസ്റ്റൻസ് 5 ആൻഡ് 3 കോൺസ്റ്റൻസ് ആണ്. അതുപോലെ രണ്ടാമത്തേൽ y ആണ് വേരിയബിൾ. ഇവിടെ √5 കോൺസ്റ്റന്റ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓപ്പറേറ്റർ എന്താണ്? അഡീഷൻ, പ്ലസ് ആണ്. ഇവിടെയും പ്ലസ് ആണ്. അടുത്തത് 2a പ്ലസ് b പ്ലസ് 7. ഇവിടെ a ആൻഡ് b വേരിയബിൾസ്, 2, 7 കോൺസ്റ്റൻസ്. ഇവിടെ ഓപ്പറേറ്റർ എന്താണ്? പ്ലസ്. ഇനി കോഎഫിഷ്യന്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് കോഎഫിഷ്യന്റ്? കൺസിഡർ ദ എക്സ്പ്രഷൻ 3x² പ്ലസ് 5x പ്ലസ് 7. ദ കോഎഫിഷ്യന്റ് ഓഫ് x² ഈസ് 3. അതായത് x² കൂടെ എന്താണോ ഉള്ളത് അതാണ് x² കോഎഫിഷ്യന്റ്. ഇവിടെ x² കൂടെ ഉള്ളത് എന്താണ്? 3. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് x ഈസ് 5. എക്സിന്റെ കൂടെ ഉള്ളത് 5 ആണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു എക്സാമ്പിൾ കൂടി, 7y² മൈനസ് √5y പ്ലസ് 3. കോഎഫിഷ്യന്റ് ഓഫ് y² ഈസ് 7. കോഎഫിഷ്യന്റ് ഓഫ് y ഈസ് മൈനസ് √5. ഡെഫിനിഷൻ ഓഫ് എ പോളിനോമിയൽ എന്താണ് പറയുന്നത്? പോളിനോമിയൽ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ where the power of the variable only whole numbers like 0, 1, 2, 3 etc. That is no fraction, no roots. പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നെയാണ്. പിന്നെ എന്താണ് കണ്ടീഷൻ? അതിൽ വേരിയബിൾസിന് പവർ എപ്പോഴും ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര. അല്ലാതെ ഫ്രാക്ഷനോ റൂട്ട്സോ വരാൻ പാടില്ല. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ
എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. പക്ഷേ വേരിയബിൾസിൻ്റെ പവർ എപ്പോഴും ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. പോളിനോമിയൽ ആണോ എന്ന് നോക്കാം. 5x + 1/x ഇതൊരു പോളിനോമിയൽ ആണോ? അപ്പം നമ്മളിവിടെ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എക്സിൻ്റെ ഇവിടെ വേരിയബിൾ എന്താണ്? എക്സ്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം എന്ന്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എക്സിൻ്റെ പവർ 1/x ഇവിടെ ഫ്രാക്ഷനാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ എക്സ് ഫ്രാക്ഷനിലാണ്, വേരിയബിൾ എക്സ് ഇൻ ഫ്രാക്ഷൻ. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത നോക്കിയാൽ √y + 3 ഇതൊരു പോളിനോമിയൽ ആണോ? ഇവിടെ y ആണ് വേരിയബിൾ. y എന്തിലാണ് വന്നിരിക്കുന്നത്? സ്ക്വയർ റൂട്ടിലാണ് വന്നിരിക്കുന്നത്. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. വേറൊന്ന് നോക്കാം. √x + 4x². ഇതൊരു പോളിനോമിയൽ ആണോ? നോക്ക്, ഇവിടെ എക്സ് ക്യൂബ് റൂട്ടിലാണ് വന്നിരിക്കുന്നത്, വേരിയബിൾ ക്യൂബ് റൂട്ടിലാണ് വന്നിരിക്കുന്നത്. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. It is not a polynomial as variable x in cube root. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതട്ടെ. x + √5 ഇതൊരു പോളിനോമിയൽ ആണോ? നമ്മുടെ കണ്ടീഷൻ എന്താണ്? വേരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആയിരിക്കണം. ഇവിടെ വേരിയബിൾ എന്താണ്? എക്സ്. എക്സിൻ്റെ പവർ എന്താണ്? 1. അപ്പോൾ അതൊരു ഹോൾ നമ്പർ ആണ്. പിന്നെ √5 അത് കോൺസ്റ്റൻ്റ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ ദെയർഫോർ ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇവിടെ റൂട്ട് വന്നിരിക്കുന്നത് ഈ കോൺസ്റ്റന്റിനാണ്. വേരിയബിളിന് സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ വന്നാൽ നോട്ട് എ പോളിനോമിയൽ. 1 വേരിയബിൾ പോളിനോമിയൽ ആ പേര് തന്നെ ഉണ്ടല്ലേ, 1 വേരിയബിൾ. അതായത് ആ പോളിനോമിയൽ ഒരു വേരിയബിളേ ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കിയാൽ 4x³ + 3x² - 5x + 7. ഇവിടെ എക്സ് എന്നുള്ള ഒരു വേരിയബിളേ ഉള്ളൂ. അതാണ് 1 വേരിയബിൾ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ 2 വേരിയബിൾ പോളിനോമിയൽ എന്തായിരിക്കും? 2 വേരിയബിൾസ് ഉണ്ടാവും. നമുക്ക് എക്സാമ്പിൾ എഴുതാം. ടു വേരിയബിൾ പോളിനോമിയലിനൊരു എക്സാമ്പിൾ 3y³ + 2y² + 4x - 5. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? എക്സും ഉണ്ട്, ഇവിടെ വൈയും ഉണ്ട്, എക്സും ഉണ്ട് അല്ലേ? വൈയും ഉണ്ട്, എക്സും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? 2 വേരിയബിൾ പോളിനോമിയൽ. അങ്ങനെയെങ്കിൽ 3 വേരിയബിൾ എന്തായിരിക്കും? 3 വേരിയബിൾ പോളിനോമിയൽ അതിന് 3 വേരിയബിൾസ് ഉണ്ടാവും. ഒന്നുകിൽ XYZ അല്ലെങ്കിൽ PQR അങ്ങനെ എന്തെങ്കിലും. നമുക്ക് എക്സാമ്പിൾ എഴുതി നോക്കാം. 3 വേരിയബിൾ പോളിനോമിയലിനൊരു എക്സാമ്പിൾ എഴുതാം. 4x³ + 5y² + 6z + 5. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട് അല്ലേ? 3 വേരിയബിൾസ് ഉണ്ട്. 3 വേരിയബിൾസ് ഉള്ളപ്പോൾ എന്താണ്? 3 വേരിയബിൾ പോളിനോമിയൽ. ഇത് മനസ്സിലായാലും എളുപ്പമാണ്. 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫബറ്റേ ഉണ്ടാവുള്ളൂ. എക്സോ അല്ലെങ്കിൽ വൈയോ ഏത് വേണമെങ്കിലും വരാം, പിയോ ക്യൂയോ ഏത് വേണമെങ്കിലും, ഒന്നേ ഉണ്ടാവുള്ളൂ. അതിൽ 2 വേരിയബിൾ ആണെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ടാവും. ഇവിടെ എക്സ് ആൻഡ് വൈ. 3 വേരിയബിൾ ആണെങ്കിൽ 3 വേരിയബിൾസ് ഉണ്ടാവും. ഇതിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയലൊക്കെ എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ 5x ഒരു എക്സ്പ്രഷനാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു പോളിനോമിയലാണ്. ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാൽ 4x + 3. ഇവിടെ എന്താണ്? 2 ടേംസ് ഉണ്ട്. ഇതിൽ 2 ടേംസ്, ഇതിൽ ഒരു ടേം ഉള്ളൂ. ഈ ഒരു ടേം ഉള്ളതിനാണ് മോണോമിയൽ. ഇതെന്താണ്? മോണോമിയൽ. പിന്നെ 2 ടേം ഉള്ളതിനാ ബൈനോമിയൽ. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ
7x പ്ലസ് 4y പ്ലസ് 8. ഇവിടെ 1 2 3 3 ടേംസ് ഉണ്ട്. അപ്പം അതെന്താണ്? ട്രൈനോമിയൽ. ജനറലി നമ്മൾ ഇതിനെ പറയുന്നത് പോളിനോമിയൽ. അപ്പം മോണോമിയൽ എന്ന് പറഞ്ഞാൽ 1 ടേം, ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൽ 2 ടേംസ് ഉണ്ടാവും, ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ 3 ടേംസ്. ജനറൽ റെപ്രസെൻറ്റേഷൻ പോളിനോമിയൽസ്. നമ്മൾ സാധാരണ പറയുന്നത് പോളിനോമിയൽസ് എന്നാണ് കോമൺ ആയിട്ട്. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. The degree of a polynomial is the highest power or exponent of the variable. അതായത് ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിലെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ. പവർ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ, x³ പ്ലസ് 5x² മൈനസ് 3x പ്ലസ് 5. ഇതൊരു പോളിനോമിയലാണ്. ഇതിലെ വേരിയബിൾ എക്സ് ആണ്. എക്സിൻ്റെ പവർ ഓർ എക്സ്പൊണൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ മുകളിൽ എഴുതുന്നത് ഇത്. അപ്പോൾ ഇവിടെ എന്താണ്? 3. ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? 2. ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? 1. അപ്പോൾ ഈ പോളിനോമിയൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഇവിടെ വരുന്നത് എന്താണ്? 3. ദെർഫോർ ഡിഗ്രി ഈസ് 3. അതായത് ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്താണ്? 3. Therefore degree is 3. Example, 4x raised to 8 plus 7x raised to 9 minus 3x plus 5. ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്താണ്? ഇവിടെ 8 ആണ്, ഇവിടെ 9 ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി എന്താണ്? ഹയസ്റ്റ് പവറാണ് ഡിഗ്രി. ഡിഗ്രി 9. ഡിഗ്രി ഈസ് 9. അടുത്തൊരു എക്സാമ്പിൾ 8 ആണ്. ഇവിടെ ഡിഗ്രി എന്താണ്? 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 8x raised to 0 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? 0. അപ്പോൾ ഡിഗ്രി എന്താണ്? 0. ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് അടുത്ത സെക്ഷൻ. എന്താണ് ലീനിയർ പോളിനോമിയൽ? ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 9x പ്ലസ് 7. ഇവിടെ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു, ഡിഗ്രി എന്താണ്? എക്സിൻ്റെ ഹയസ്റ്റ് പവർ, മീൻസ് വേരിയബിൾസിൻ്റെ ഹയസ്റ്റ് പവർ. അപ്പോൾ ഇവിടെ വേരിയബിൾ എക്സ് ആണ്, എക്സിൻ്റെ പവർ എന്താണ്? 1. അപ്പോൾ ഇവിടെ ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആണ്. ഈ ഡിഗ്രി 1 ആയ പോളിനോമിയൽസിനെ പറയുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽസ്. ലീനിയർ പോളിനോമിയൽസ്. 1-2 എക്സാമ്പിളും കൂടെ നമുക്ക് പറയാം. √3y പ്ലസ് 5. ഇവിടെ നോക്കി, ഈ വൈയുടെ പവർ 1 ആണ് അല്ലേ? √3 ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. വൈയുടെ പവർ 1 ആണ്, അതുകൊണ്ട് തന്നെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇത് ഒരു എന്താണ്? ലീനിയർ പോളിനോമിയലാണ്. ഡിഗ്രി 1 ആയതുകൊണ്ട് ഇത് ലീനിയർ പോളിനോമിയലാണ്. 5x പ്ലസ് 3. ഇവിടെയാണെങ്കിലോ എക്സിൻ്റെ പവർ 1 ആണ്, ഡിഗ്രി 1 ആണ്. ദെർഫോർ ഇതെന്താണ്? ലീനിയർ പോളിനോമിയലാണ്. ഇനി ഡിഗ്രി 2 വന്നാൽ എന്താണ്? ഡിഗ്രി 3 വന്നാൽ എന്താണ് എന്നൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ ഇനി വരുന്ന ആപ്ലിക്കേഷൻസ് ലീനിയർ പോളിനോമിയൽസ് വെച്ചിട്ടാണ്, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട്. ഇപ്പം ഡിഗ്രി 2 വരുന്നൊരു പോളിനോമിയൽ നമുക്ക് എഴുതാം. 3x² പ്ലസ് 4x മൈനസ് 5. ഇവിടെ എന്താണ്? ഡിഗ്രി എന്താണ്? 2. ഡിഗ്രി 2 ആണ്. ഈ ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽസിനെ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി അതുപോലെ ഡിഗ്രി 3 വരുന്ന ഒരു പോളിനോമിയൽ നോക്കാം. 5x³ പ്ലസ് 3x² മൈനസ് 9x പ്ലസ് 5. ഇവിടെ നോക്കിയേ, ഹയസ്റ്റ് പവർ എന്താണ്? 3. ദെർഫോർ ഡിഗ്രി 3 ആണ് ഇവിടെ. ഡിഗ്രി 3. ഡിഗ്രി 3 ആയിട്ട് വരുന്ന പോളിനോമിയൽസിനെ പറയുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രമാണ്. ഡിഗ്രി 1 വരുന്നത് ലീനിയർ പോളിനോമിയൽ, ഡിഗ്രി 2 വരുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഡിഗ്രി 3 വരുന്നത് ക്യൂബിക് പോളിനോമിയൽ. ആപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ പോളിനോമിയൽസ്. റിയൽ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫീൽഡിലാണെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ലീനിയർ പോളിനോമിയൽസിന്. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. കോസ്റ്റ് ഓഫ് 1 ചോക്ലേറ്റ് ഈസ് ₹20. നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് എക്സ് ആണ്. ഒരു ചോക്ലേറ്റിന് 20 rupees ആണ്. നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് എക്സ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ചോക്ലേറ്റ്സ് എന്ത് വരും? ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് 20, നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് എക്സ്, 20x. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2, ഒരു ടാക്സി ഫെയറിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫിക്സഡ് ചാർജ് ഓഫ് ടാക്സി ₹60. 60 rupees അതിൻ്റെ ഫിക്സഡ് ചാർജാണ്. ചാർജ് പെർ കിലോമീറ്റർ ₹10. ഓരോ കിലോമീറ്ററിനും 10 rupees. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് X കിലോമീറ്റർ ആണെങ്കിൽ ടോട്ടൽ ഫെയർ എന്ത് വരും? ഫിക്സഡ് ചാർജ് കോമൺ ആണ്, 60 പ്ലസ് ഓരോ കിലോമീറ്ററിനും 10 rupees ആണ്. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് X കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? 60 പ്ലസ് 10x. ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം ലീനിയർ പോളിനോമിയൽസ് ആണ്. അടുത്ത സെക്ഷൻ എക്സ്പ്ലോറിംഗ് ലീനിയർ പാറ്റേൺസ്. എന്താണ് ലീനിയർ പാറ്റേൺസ് നോക്കാം. എ സീക്വൻസ് വേർ നമ്പേഴ്സ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ എ സെയിം എമൗണ്ട് ഈസ് കോൾഡ് ലീനിയർ പാറ്റേൺസ്. നമുക്കൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. y is equal to 3x plus 2. എക്സിന് ഓരോ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. when x is equal to 1, when x is equal to 1, y is equal to എന്ത് വരും? 3 into 1 plus 2, 5. when x is equal to 2, y is equal to 3 into 2 plus 2, 8. when x is equal to 3, y is equal to 3 into 3 plus 2, 11. when x is equal to 4, y is equal to 3 into 4 plus 2, 14. എക്സിന് y വരുമ്പോൾ y 5, എക്സിന് 2 വരുമ്പോൾ y 8, എക്സിന് 3 വരുമ്പോൾ y 11, എക്സിന് 4 വരുമ്പോൾ y 14. അതായത് ഇങ്ങനെയാണ് വരുന്നത്. 5, 8, 11, 14, 17. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഇവിടുത്തെ ഡിഫറൻസും 3 ആണ്. ഇവിടുത്തെ ഡിഫറൻസും 3, ഇവിടുത്തെ ഡിഫറൻസും 3 ആണ്. അതായത് 3 ആഡ് ചെയ്ത് പോവുകയാണ്. ഓരോ ടേമിനോടും 3 ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ് അല്ലേ? ഇതൊരു നമ്പർ പാറ്റേൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സെയിം എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഡിക്രീസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. എക്സ് 1 ആകുമ്പോൾ y 5, എക്സ് 2 ആകുമ്പോൾ y 8, എക്സ് 3 ആകുമ്പോൾ y 11, എക്സ് 4 ആകുമ്പോൾ y 14, എക്സ് 5 ആകുമ്പോൾ y 17. നമ്മളിത് ഒരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ലീനിയർ ഇക്വേഷൻസിൻ്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദ ഗ്രാഫ് ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അടുത്ത സെക്ഷൻ ലീനിയർ ഗ്രോത്ത് ആൻഡ് ലീനിയർ ഡീകേ. ഒരു എക്സാമ്പിൾ നോക്കാം. എ ചൈൽഡ് സേവ്സ് മണി സ്റ്റാർട്ടിംഗ് വിത്ത് 30 rupees ആൻഡ് ആഡ്സ് 10 rupees എവറി ഡേ. ഒരു കുട്ടി
ഒരു കുട്ടി ഒരു സേവിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അവൻ്റെ കയ്യിൽ 30 റുപ്പീസ് ഉണ്ട്. പിന്നെ പെർ ഡേ 10 റുപ്പീസ് കൂടുന്നുണ്ട്. ഓരോ ദിവസവും 10 രൂപ വെച്ച്. അപ്പം ഫസ്റ്റ് ഡേ എന്ത് വരും? ഫിക്സഡ് ആയിട്ട് ആദ്യമുള്ള 30 റുപ്പീസ് അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ അവൻ്റെ സേവിങ് എന്തായിരിക്കും? ഈ 30 റുപ്പീസ് പ്ലസ് 10 40 അല്ലേ. സെക്കൻഡ് ഡേയാ 30 പ്ലസ് 10 ഇൻറ്റു 2 20 50. നമുക്കൊന്നൊരു എക്സ്പ്രഷൻ എഴുതി നോക്കാം. അപ്പം സേവിങ് മണി, അതിനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? ഓരോ ദിവസവും 10 റുപ്പീസാണ് കൂടുന്നത്. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10x പ്ലസ് 30 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ്പ്രഷൻ വരുന്നത് 10x പ്ലസ് 30. അപ്പോൾ ഫസ്റ്റ് ഡേ സേവിങ് എന്തായിരിക്കും? ഫസ്റ്റ് ഡേ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 വരുമ്പോൾ ഈ എക്സ്പ്രഷൻ എന്ത് വരും? 10 ഇൻറ്റു 1 പ്ലസ് 30, അതായത് 40 റുപ്പീസാണ് ഫസ്റ്റ് ഡേ. ഇനി സെക്കൻഡ് ഡേയാ. സെക്കൻഡ് ഡേ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 2. 10 ഇൻറ്റു 2 പ്ലസ് 30 50. തേർഡ് ഡേ എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സ് ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ ഇവിടെ വരുന്നതാണ് 10 ഇൻറ്റു 3 പ്ലസ് 30 60. ഇങ്ങനെ പോവും അല്ലേ. ഫോർത്ത് ഡേ എന്ത് വരും? 10 ഇൻറ്റു 4 പ്ലസ് 30. അപ്പം സേവിങ്സ് വരുന്നത് എങ്ങനെയാണ്? 40 50 60 70 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ആ ഡിഫറൻസ് നോക്കിയേ. ഫസ്റ്റ് ഡേ 40, സെക്കൻഡ് ഡേ 50 60 70 അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഗ്രോത്ത് ഉണ്ട് അല്ലേ, കൂടി വരെയാണ്. അപ്പം ഗ്രോത്ത് ഉണ്ട്. ഓരോ ദിവസവും 10 റുപ്പീസാണ് ഗ്രോത്ത് ഉള്ളത്. 10 ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ആ ഗ്രോത്ത് ലീനിയർ ആണ് അല്ലേ. ഇവിടെ വരുന്ന ഗ്രോത്ത് ലീനിയർ ആണ്, അതായത് ലീനിയർ ഗ്രോത്ത്. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് ലീനിയർ ഗ്രോത്ത് എന്ന്? ഇനി ഇതിപ്പോൾ ഡിക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ലീനിയർ ഡീകേ. ഇനി ഈ ലീനിയർ ഗ്രോത്ത് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. അതായത് നമുക്കൊരു ഗ്രാഫ് ഒന്ന് XY പ്ലെയിൻ വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പറിൽ വരച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മോഡലിംഗ് എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഡേ 40, നമുക്ക് ആ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. സെക്കൻഡ് ഡേ 50, തേർഡ് ഡേ 60, ഫോർത്ത് ഡേ 70 എക്സെട്ര അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ മനസ്സിലാവും ഇതൊരു ലീനിയർ ഗ്രാഫാണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ലീനിയർ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ കുട്ടി സേവ് ചെയ്യുന്ന മണി എന്തിന് എക്സാമ്പിളാണ്? ലീനിയർ ഗ്രോത്ത് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങളൊരു ഗ്രാഫ് പേപ്പർ എടുത്ത് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. ലീനിയർ ഗ്രോത്ത് ആണ്. അപ്പോൾ ലീനിയർ ഗ്രോത്ത് എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വിഷ്വലായിട്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് മോഡൽ DKക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് ലീനിയർ DK, അതായത് ലീനിയർ ഗ്രോത്ത് നമ്മൾ പഠിച്ച് അതിൻ്റെ റിവേഴ്സാണ്, കുറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് എ ബൈക്ക് ഈസ് 2 lakhs. ഡിപ്രീസിയേഷൻ പെർ ഇയർ 30,000. അതായത് ഒരു ബൈക്കിൻ്റെ വില 2 lakhs ആണ് അല്ലേ. അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് 2 lakhs ആണ്. ഓരോ വർഷവും അതിന് കുറയുന്നത് ഓരോ വർഷവും കുറയുന്നത് 30,000 റുപ്പീസ്. 30,000 റുപ്പീസ് വെച്ചിട്ട് ഓരോ വർഷവും കുറയുന്നുണ്ട്. ഇഫ് എക്സ് ഈസ് ദ ടൈം ഇൻ ഇയേഴ്സ് ദെൻ ലീനിയർ ഡി. അപ്പം ലീനിയർ ഡിക്കയുടെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാം. എക്സ് ആണ് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പം V0 ആണ് ഇനീഷ്യൽ കോസ്റ്റ്. അപ്പോൾ ഫൈനൽ കോസ്റ്റ് ഏത് ഇയറിലെയാണോ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് V എന്ന് എടുക്കാം. V is equal to V0. അത് ഇനീഷ്യൽ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യണം, കുറഞ്ഞല്ലേ വരുന്നത്. അപ്പം കുറഞ്ഞ് വരുന്ന എമൗണ്ട് കോൺസ്റ്റൻ്റ് ആണ്, 30,000 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 30,000, 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 2 into 30,000,
3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 3 ഇൻറ്റു 30,000. അപ്പോൾ V0 മൈനസ് DX. ഇവിടെ D എന്താണ്? ഡിപ്രീസിയേഷൻ 30,000. X എന്താണ്? നമ്പർ ഓഫ് ഇയർ. അപ്പോൾ V1 അതായത് ഫസ്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ എന്ത് വരും? V1 is equal to 2 lakh മൈനസ് D കോൺസ്റ്റന്റ് ആണ് അല്ലേ 30,000 ഇൻറ്റു ഇവിടെ X എന്താണ്? 1 ഇയർ ആണ് 1. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? 1,70,000. 2 ലാഖിന് 30,000 മൈനസ് ചെയ്യുമ്പോൾ 2 വർഷം കഴിയുമ്പോഴാണ് 2 ലാഖിന് 30,000 ഇൻറ്റു 2 മൈനസ് ചെയ്യുമ്പോൾ 1,40,000. 3 വർഷം കഴിയുമ്പോൾ 1,10,000. അപ്പോൾ ഇവിടെ നോക്കിയേ കുറഞ്ഞ് വരെയാണ് അല്ലേ? ഗ്രോത്ത് ഇവിടെ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? DK ആണ്. ഇതാണ് ലീനിയർ DK. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ലീനിയർ ഗ്രാഫാണ്. ഇത് ഡിക്രീസ് ചെയ്ത് വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. Next, linear relationships. A linear relationship is when two quantities change at the same rate. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. y is equal to 2x plus 3. y is equal to 2x plus 3. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് നോക്കാം. അതായത് ഈ രണ്ട് വേരിയബിൾസ് ഇവിടെ ഉള്ളത് എക്സും വൈയും ആണ് വേരിയബിൾ. അപ്പോൾ എക്സിന് വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് വൈയുടെ ചേഞ്ച് എങ്ങനെയാണ്, ഒരേ റേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1, when x is equal to 1, y is equal to 2 into 1 plus 3, 5. When x is equal to 2, y is equal to 2 into 2 plus 3, 7. When x is equal to 3, y is equal to 2 into 3 plus 3, 9. When x is equal to 4, y is equal to 2 into 4 plus 3, 11. ഇവിടെ നോക്കിയേ എക്സിൻ്റെ ചേഞ്ച് വരുന്നത് എന്താണ്? 1, 2, 3, 4 അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് ഇവിടെ 1, 1 ആണ് വരുന്നത്. 1, 1. വൈ വരുന്നതാ 5, 7, 9, 11. ഇവിടെ ഡിഫറൻസ് നോക്കിയേ 2. ഇവിടെ വരുന്ന ഡിഫറൻസ് 2. ഇവിടെ വരുന്ന ഡിഫറൻസ് 2. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ആ ചേഞ്ചിൻ്റെ റേറ്റ് സെയിം ആണ് അല്ലേ? അതാണ് ലീനിയർ റിലേഷൻഷിപ്പ് ഈസ് വെൻ ടു ക്വാണ്ടിറ്റീസ് ചേഞ്ച് അറ്റ് ദ സെയിം റേറ്റ്. നെക്സ്റ്റ് എന്താണ്? വിഷ്വലൈസിങ് ലീനിയർ റിലേഷൻഷിപ്സ്. ലീനിയർ റിലേഷൻഷിപ്സ് നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാം. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ നോക്കാം. അതായത് y is equal to 2x plus 3. അപ്പോൾ നമുക്കതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഈ ടേബിളിൽ എഴുതാം. x1 ആകുമ്പോൾ y എന്താണ്? 5. x2 ആകുമ്പോൾ y 7. x3 ആകുമ്പോൾ y 9. ഇനി when x is equal to 0, എക്സിന് 0 കൊടുത്താൽ എന്ത് വരും? x is equal to 0, then y is equal to 2 into 0 plus 3, that is 3. അപ്പോൾ x 0 ആകുമ്പോൾ y 3. ഇനി when x is equal to -1, x -1 ആകുമ്പോൾ y എന്താണ് വരുന്നത്? y is equal to 2 into -1 plus 3, -2 plus 3, that is 1. അപ്പോൾ when x is equal to -1, y is 1. And x is equal to -2, y is equal to എന്ത് വരും? 2 into -2 plus 3, -4 plus 3, 1, -1. എക്സ് -1 വരുമ്പോൾ y 1, എക്സ് -2 വരുമ്പോൾ -1. ഇനിയും നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഇതുപോലെ ചെയ്ത് നോക്കാം. നമുക്ക് അതൊരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു റഫായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ ഗ്രാഫ് പേപ്പർ എടുത്ത് വരച്ച് നോക്കാം. നമുക്ക് ആ പോയിൻറ്റ്സൊക്കെ പ്ലോട്ട് ചെയ്യാം, മാർക്ക് ചെയ്യാമെന്നാണ്. x1 y 5, എക്സ് ആക്സിസിൽ 1, y ആക്സിസിൽ 5. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ x2 ആകുമ്പോൾ y 7, അതുപോലെ x3 ആകുമ്പോൾ 9,
ഇവിടെ അത്രയും പോയിന്റ്സ് ഞാൻ എടുത്തിട്ടില്ല. എക്സ് 0 ആകുമ്പോൾ y3 അതിവിടെ മാർക്ക് ചെയ്യാം. എക്സ് 0 ആകുമ്പോൾ y3 അതിവിടെ വരും, ഈ പോയിന്റ് വരും. അതുപോലെ എക്സ് നെഗറ്റീവ് 1 വരുമ്പോൾ y1 ആ പോയിന്റ് ഇത് വരും. അതുപോലെ അടുത്തത് എക്സ് -2 വരുമ്പോൾ y-1 ഇവിടെ വരും. ഇനി നമുക്കിതൊന്ന് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. അതായത് y = 2x + 3 എന്ന ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ വിഷ്വലൈസേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതുപോലുള്ള 1-2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. സ്ലോപ്പ് ആൻഡ് y-intercept ഓഫ് എ ലൈൻ y = ax + b. സ്ലോപ്പും y-intercepറ്റും ആണ് ഇനി പഠിക്കാനുള്ളത്. ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. സ്ലോപ്പ് = ഡിസ്റ്റൻസ് ഓഫ് y-axis ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അറ്റ് x-axis. Distance at y-axis divided by distance at x-axis, or if two given points x1 y1 x2 y2 x1 y1 x2 y2 എന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ഈസ് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഇതാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇത് പഠിച്ചു വെക്കാം. സ്ലോപ്പ് ഈസ് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പം നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലൊരു പോയിൻ്റാണ് എ 420, വേറൊരു പോയിന്റ് ഒറിജിൻ 0 0. നമുക്ക് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഈസ് y2 - y1 20 - 0. y കോർഡിനേറ്റ്സ് അല്ലേ, അതിൽ x കോർഡിനേറ്റ് എന്താണ്? 4 and 0. 20 - 0 ഡിവൈഡഡ് ബൈ 4 - 0, ദാറ്റ് ഈസ് 20/4 5. അപ്പോൾ സ്ലോപ്പ് എന്താണ്? 5. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. 2 given points 2 5 and 6 13. ഇവിടെ x1 y1 എന്ന് പറയുന്നത് 2 and 5, x2 y2 എന്ന് പറയുന്നത് 6ഉം 13ഉം. അപ്പോൾ സ്ലോപ്പിൻ്റെ ഫോർമുല എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y2 13, y1 5. 13 - 5 ഡിവൈഡഡ് ബൈ x2 - x1 എന്ന് പറഞ്ഞാൽ 6 - 2. 8/4. സ്ലോപ്പ് ഈസ് 2. നെക്സ്റ്റ് y-intercept ഓഫ് എ ലൈൻ y = ax + b. എന്താണ് y-intercept? ഇവിടെ നോക്കാം. ഇവിടെ ഒരു ലൈൻ AB വരച്ചിട്ടുണ്ട്. അത് x-ആക്സിസിനെ എയിലും y-ആക്സിസിനെ ബിയിലും കട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ഒറിജിനിൽ നിന്ന് ഈ y-ആക്സിസിനെ കട്ട് ചെയ്ത പോയിന്റ് എന്താണ്? ബി. ഈ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ y-intercept. അതുപോലെ x-ആക്സിസിൽ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്താണ്? എ. ഒറിജിനിൽ നിന്ന് ഈ എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x-intercept. നമുക്കിവിടെ y-intercept മാത്രം ഇപ്പോൾ ഇവിടെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് y-intercept എന്താണെന്ന് മനസ്സിലായില്ലേ? ആ ലൈൻ y-ആക്സിസിന് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y-intercept. ഇനി നമ്മൾ ആ ജനറൽ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ ലൈൻ്റെ y = ax + b. അപ്പോൾ ഈ ഫോമിൽ തന്നാൽ ഈ എ എന്നുള്ളതാണ് ആ ലൈൻ്റെ സ്ലോപ്പും ബി എന്നുള്ളതായിരിക്കും y-intercepറ്റും. എ സ്ലോപ്പായിരിക്കും ആൻഡ് ബി y-intercept. y-intercept ഓഫ് എ ലൈൻ y = ax + b. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം. y = ax + b. അത് സ്ലോപ്പും ഇൻ്റർസെപ്റ്റും ഉണ്ട് ഇതിൽ. എ ആണ് ആ ലൈൻ്റെ സ്ലോപ്പ്, ബി ആണ് y-intercept. നമുക്കിനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് y-intercept ഓഫ് y = 4x + 3. y = 4x + 3. നമ്മൾ ജനറൽ ഫോം പഠിച്ചില്ല. y = ax + b. അപ്പോൾ എ ആണ് സ്ലോപ്പ്, ബി ആണ് y-intercept. അപ്പോൾ സ്ലോപ്പ് എന്താണ് ഇവിടെ? സ്ലോപ്പ് എന്താണ്? എ. അതായത് എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 4. സ്ലോപ്പ് ഈസ് 4. അതുപോലെ y-intercept ഓർ ബി എന്താണ്? 3. y-intercept ഈസ് 3. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. y = 7x + √3. ഇവിടെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എ ഈസ് 7 ആൻഡ് y-intercept ബി ഈസ് √3. ഇവിടെ ഗ്രാഫിൽ 2 ലൈൻ തന്നിട്ടുണ്ട്. ലൈൻ എ ബി ആൻഡ് ലൈൻ സി ഡി.
ഫ്രം ദ ഗ്രാഫിൽ നിന്ന് നമുക്ക് വൈ ഇൻ്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് എ ബി ആൻഡ് സി ഡി. എ ബി എന്നുള്ള ലൈനിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണ്? അത് ഇവിടെ വൈ ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ആണിത്? 1 അല്ലേ? അപ്പം ലൈൻ എ ബിയുടെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണ്? 1. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് ലൈൻ എ ബി ഈസ് 1. ഇനി അടുത്തത് ഏതാണ്? ലൈൻ സി ഡി. ഈ സി ഡി എന്നുള്ളത് അത് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണ്. അതായത് ഇവിടെ 4 ആണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് അത് എത്ര ഡിസ്റ്റൻസ് ആണ്? 4. അപ്പം അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണ്? ഈ സി ഡിയുടെ വൈ ഇൻ്റർസെപ്റ്റ് 4. അപ്പം നമുക്ക് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം സി ഡിയുടെ വൈ ഇൻ്റർസെപ്റ്റ് 4. അപ്പം സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നെക്സ്റ്റ് വീഡിയോ ഈ ചാപ്റ്ററിലെ എക്സസൈസ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.